ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ഇന്ത്യൻ ടു ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. കമലഹാസനെ നായകനാക്കി ശങ്കർ സംവിധാനം ചെയ്ത തിയേറ്ററുകളിലേക്ക് എത്തിയ ഇന്ത്യൻ ടു കൃത്യം ഇന്നത്തോടെ 9 ദിവസങ്ങൾ പിന്നിടുകയാണ്. കഴിഞ്ഞ ദിവസം കേരള ബോക്സ് ഓഫീസിൽ പുതിയ സിനിമകൾ റിലീസായതോടെ സിനിമയുടെ സ്ക്രീൻ കൗണ്ട് എല്ലാം തന്നെ കുറഞ്ഞെങ്കിൽ പോലും സിനിമയ്ക്ക് ഇന്നും കളക്ഷൻ വർധന ശനിയാഴ്ച ദിവസം നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 3 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 5 ലക്ഷത്തിന് മുകളിലാണ് ഇന്ത്യൻ ടു കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് സിനിമയ്ക്ക് വീണ്ടും 10 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നു. ഇന്നലെ സിനിമയ്ക്ക് 10 ലക്ഷം പോലും കേരള കളക്ഷൻ ഉണ്ടായിരുന്നില്ല. ഇതുവരെയുള്ള സിനിമയുടെ കേരള ഗ്രോസ് 5 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇനി വേൾഡ് വൈഡ് റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ സിനിമയ്ക്ക് ഏറ്റവും പുതിയ 8 ദിവസത്തെ കളക്ഷൻ പുറത്തു വരുമ്പോൾ 130 കോടി കടന്നിരിക്കുകയാണ് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ്. ഇന്നത്തോടെ തമിഴ്നാട്ടിൽ 45 കോടി രൂപയ്ക്ക് മുകളിൽ സിനിമയുടെ ഗ്രോസ് കളക്ഷൻ കിടക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഫൈനൽ തമിഴ്നാട് കളക്ഷൻ മാത്രം 50 കോടി രൂപയ്ക്ക് മുകളിൽ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തോടെ 9 ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യൻ ടു വേൾഡ് വൈഡ് ഗ്രോസ് 135-140 കോടി റേഞ്ചിലേക്കും എത്തപ്പെടുന്നതാണ്. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് സിനിമയ്ക്ക് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ കളക്ഷൻ വർധനയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ ടു നേരത്തെ തന്നെ തിയേറ്ററുകളിലെ ഡിസാസ്റ്റർ സ്റ്റാറ്റസ് ഉറപ്പാക്കിയ ഏറ്റവും പുതിയ തമിഴ് ബിഗ് ബഡ്ജറ്റ് സിനിമയാണെങ്കിൽ പോലും ആ പരാജയത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ കഴിയുമോ എന്നാണ് ഇനി നാം ഉറ്റുനോക്കുന്നത്. ഇന്നും നാളെയും സിനിമയ്ക്ക് ഒരു ഡീസന്റ് കളക്ഷൻ പ്രതീക്ഷിക്കാം. കാത്തിരിക്കൂ ഇന്ത്യൻ ടുവിന്റെ ഫൈനൽ വരെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാം.